ലാസ്റ്റ് സ്റ്റേജിൽ ഒരു മാർഗവും ഇല്ലാതെ വരുന്ന ആളുകൾ എത്ര പേര് മെഡിസിൻ നിർത്തിയിട്ടുണ്ട്. ഞാൻ മെഡിസിൻ കൊടുക്കണ്ടെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ചില സമയത്ത് അവർക്ക് മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കാം. മനസ്സിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള സജഷൻസൊക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്ട് ചെയ്യും. എങ്കിലും 99% ഉപബോധ മനസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ പേര് വരെ നമുക്ക് എടുക്കണമെങ്കിൽ പഴയ ഓർമ്മകളിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അത് പണ്ട് പഠിപ്പിച്ച സംഭവം ആരോ ഇട്ട് തന്ന പേരാണ്. അത് എടുക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ബോഡി എൻ്റെ മൈൻഡ് ട്രെയിൻഡ് ആണ്. കുടം കമിഴ്ത്തി വെച്ച് നമ്മൾ അതിനകത്ത് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നെവർ എൻഡേഴ്സ് അല്ലേ? അപ്പോൾ ഇഷ്യൂ എന്താണോ അതിനെ ഡീൽ ചെയ്തേ പറ്റുള്ളൂ. ജിൻചേട്ടാ, ഈ ഹിപ്നോട്ടിസവും മനസ്സും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടോ? ഹിപ്നോട്ടിസവും മനസ്സും തമ്മിൽ എന്താ ബന്ധമെന്ന് വെച്ചാൽ, ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് മനസ്സിനെ നിയന്ത്രിക്കുന്ന, മനസ്സിലെ പ്രശ്നങ്ങളെ അഡ്രസ്സ് ചെയ്യുന്ന ഒരു കാര്യമാണ് ഹിപ്നോട്ടിസം. പണ്ട് നമ്മൾ സിനിമകളിൽ കാണുന്നതും എല്ലാം ഈ മയക്കൊക്കെ എടുത്തതിന് ശേഷം പഴയ ഓർമ്മകളൊക്കെ എടുത്തെടുക്കുന്നതാണല്ലോ, അതും മനസ്സാണ്. അപ്പോൾ ഹിപ്നോസിസ് മോഡേൺ ഇപ്പോൾ പ്രസൻ്റ്ലി ഒരുപാട് ചേഞ്ചസ് വന്നിട്ടുണ്ട്. പണ്ട് നമ്മളൊരു വേറൊരു കാറ്റഗറിയിൽ അറിയപ്പെട്ടിരുന്ന ഹിപ്നോസിസ് ഇപ്പോൾ എന്ന് വെച്ചാൽ കംപ്ലീറ്റ്ലി മൈൻഡ് റിലേറ്റഡാണ്. ഒരുപാട് പഠനങ്ങൾ മൈൻഡ്സ് റിലേറ്റഡ് നടക്കുന്നുണ്ട്. ഉദാഹരണം എപ്പിജനറ്റിക് സ്റ്റഡീസ് എന്നൊക്കെ പറയും. അതായത് നമ്മുടെ ന്യൂറൽ കണക്ഷൻസ് എങ്ങനെയാണ്, തലച്ചോറിനകത്ത് ന്യൂറോൺസ് എങ്ങനെ ഫങ്ഷൻ ചെയ്യുന്നു, അത് ചിന്തകളുമായിട്ട് കണക്റ്റഡാണ്. ഒരു വ്യക്തിയുടെ മനസ്സിൽ വരുന്ന ചിന്തകൾ, അത് എല്ലാ ചിന്തകളും സൈക്കോസോമാറ്റിക് സ്വഭാവമുള്ളതാണ്. എന്ന് വെച്ചാൽ സൈക്കോ എന്ന് വെച്ചാൽ മനസ്സ്, സോമാറ്റിക് എന്ന് വെച്ചാൽ ശരീരം. ചിന്തകൾ നമ്മുടെ മനസ്സിനെയും ശരീരത്തിനെയും ഭയങ്കരമായിട്ട് അഫക്റ്റ് ചെയ്യാം. അത് പോസിറ്റീവായിട്ടും നെഗറ്റീവായിട്ടും. അപ്പോൾ മനസ്സുമായിട്ട് ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട സംഭവമാണ് ഹിപ്നോസിസ്. എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോസിസ് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ടെന്നുള്ളതാണ് വേറെ കാര്യം. അതെങ്ങനെയാണ്? നമ്മൾ സ്വാഭാവികമായിട്ടും ഹിപ്നോസിസ് നമ്മൾ പണ്ടൊക്കെ കണ്ടതുപോലെ ഇപ്പോഴും നമുക്ക് അറിയാവുന്ന കാര്യം വെച്ചാൽ, വേറൊരാൾ വന്ന് നമ്മളെ ഹിപ്നോട്ടൈസ് ചെയ്തിട്ട് നമ്മുടെ എല്ലാ പ്രശ്നങ്ങളെയും അഡ്രസ്സ് ചെയ്യുന്ന ഒരു ഫീലാണ് നമുക്കിപ്പോഴും ഉള്ളത്. പക്ഷേ അങ്ങനെയല്ല. എല്ലാ ദിവസവും നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് കടന്നു പോകുന്നുണ്ട്. ഉദാഹരണം, കിടന്നുറങ്ങുന്ന സമയത്ത് നമ്മൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. നമ്മൾ വണ്ടി ഓടിക്കുമ്പോൾ, ഡ്രൈവ് ചെയ്യുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. നമ്മൾ എന്തെങ്കിലും ഒരു കാര്യത്തിൽ മുഴുകിയിരിക്കുമ്പോൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. ഫോൺ ഉപയോഗിക്കുന്ന സമയത്ത് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. ഇപ്പോൾ ഫോൺ ഒരു മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ്. നിങ്ങളുടെ ഉപബോധ മനസ്സ് അക്സസ്ഡ് ആണ് ആ സമയത്ത്. അപ്പോൾ ഫോണിൽ കിട്ടുന്ന എന്ത് ഇൻഫർമേഷൻ ആയിക്കോട്ടെ, റീൽസ് ആയിക്കോട്ടെ, ചെറിയ ചെറിയ വീഡിയോസ് ആയിക്കോട്ടെ, അത് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും മനസ്സിനെ അത്രത്തോളം ഇമ്പാക്റ്റ് ചെയ്തിട്ടുണ്ടാവും. ചേട്ടാ, ഈ ഹിപ്നോട്ടിസം എന്ന് പറയുന്നത് ഞാൻ സത്യത്തിൽ വിശ്വസിക്കുന്നില്ല അതിൽ. പക്ഷെ ഇതൊരു ഹാലൂസിനേഷൻ്റെ ഒരു ഇത് തന്നെയല്ലേ? ഈ ഹാലൂസിനേഷൻ എന്ന് പറയുന്ന സംഭവമാണ്. പലരും നമ്മൾ ഹാലൂസിനേഷൻ കാണിക്കാറുണ്ട്. ഈ മെൻ്റലിസം എന്നൊക്കെ പറഞ്ഞിട്ട് ഹിപ്നോട്ടിസിൻ്റെ പേര് കാണിക്കുന്നതാണ്. അപ്പോൾ അത് മനസ്സ് വായിക്കാൻ പറ്റുന്ന വ്യക്തികളാണ് മെൻ്റലിസ്റ്റ് എന്ന് പറയുന്ന ഒരു തെറ്റിദ്ധാരണ പബ്ലിക്കിന് ഉണ്ടാക്കുന്ന ഒരു സംഭവം. കാരണം ഹിപ്നോട്ടൈസ് ചെയ്തതിന് ശേഷമാണ് ഇവർ ഹാലൂസിനേഷൻ കാണിക്കുന്നത്. ഹാലൂസിനേഷൻ അല്ലാതെ ഉണ്ടാകാം. പലർക്കും ചിലപ്പോൾ നമ്മൾ ദൈവത്തിനെ കണ്ടു എന്നൊക്കെ പറഞ്ഞ് ഹാലൂസിനേഷൻ വരാറുണ്ട്. അവിടെ ഒരാൾ കണ്ടു എന്ന് ഹാലൂസിനേഷൻ വരാറുണ്ട്. ഈ കൂടുതൽ ധ്യാനാവസ്ഥയിലൊക്കെ പോകുമ്പോൾ പലരും പറയുന്ന കാര്യമാണ്. പക്ഷെ അതൊക്കെ ഹാലൂസിനേഷൻ ആണെന്നുള്ളത് പലർക്കും ഒരു തെറ്റിദ്ധാരണ കൂടി പൊതുവെ ഉണ്ട്. ഹാലൂസിനേഷൻ ആണ് ആക്ച്വലി അത് സംഭവിക്കുന്നത്. പക്ഷെ അത് റിയൽ ആണ്, അല്ലെങ്കിൽ അത് സ്വന്തമായിട്ടുള്ള ഒരു എക്സ്പീരിയൻസ് ആണെന്ന് പറഞ്ഞ് അതിൽ കുറെ കൂടി വിശ്വസിക്കുന്ന ഒരു ജനത ഇന്ന് വളർന്നു വരുന്നുണ്ട്. വളർന്നു വരുന്നതിനേക്കാൾ ഒരു എക്സിസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു തലമുറയാണ്. പുതിയ ജനറേഷൻ അല്ല. പുതിയ ജനറേഷൻ കുറേയൊക്കെ അതിനകത്ത് മാറിയിട്ടുണ്ട്. പക്ഷെ പഴയ ചില ഒരു ദൈവത്തിനെ കണ്ടു, ഒരു ഹാലൂസിനേറ്റ് ചെയ്ത് കണ്ടു എന്ന് പറയുമ്പോൾ നമുക്ക് ദൈവത്തിന്റെ ഇമേജ് വെച്ചായിരിക്കും ഒരു ഹാലൂസിനേറ്റ് ചെയ്യുന്നത് അല്ലേ? അതെ. ഈ ദൈവത്തിന്റെ ഇമേജ് ആരാ വരച്ചത്? ഇതല്ലേ കാണുന്നുള്ളൂ. അല്ലാതെ ദൈവത്തിന് ശരിക്കും ഒരു രൂപം ഒന്ന് കാണുകയോ ദൈവത്തിന് ഷേപ്പ് ഒന്ന് കാണുകയോ ആരും കണ്ടു. അതെല്ലാം വരച്ച് നമ്മുടെ മനസ്സിൽ കിട്ടിയിരിക്കുന്ന തോട്ട്സും ഫീലിങ്സും ആ പിക്ചേഴ്സ് അടക്കം മനസ്സ് റിപ്പീറ്റ് ആയിട്ട് നമ്മുടെ ഇമോഷനിലോട് കിട്ടിയിരുന്ന സാധനമാണ് ഹാലുസിനേറ്റ് ചെയ്യുക. അത് മിക്കവരും ഹാലുസിനേറ്റ് ചെയ്ത് ഒന്നുകിൽ കിടന്നുറങ്ങുന്ന സമയത്തായിരിക്കാം, അല്ലെങ്കിൽ നേരം വെളുത്ത് എഴുന്നേക്കുന്ന സമയത്തായിരിക്കും, ഏർലി മോർണിംഗ് ആയിരിക്കാം. അപ്പോൾ ഓരോ ടൈമിംഗ് ഉണ്ട്. ടൈമിംഗ് എന്ന് പറയുന്നത് ആ സമയത്ത് ഹിപ്നോട്ടിക് സ്റ്റേറ്റിലാണ് ഡീപ്പ് ഹിപ്നോസിസ് എക്സ്പീരിയൻസ് ചെയ്യുന്ന സമയമാണ്. ബയോളജിക്കലി നമ്മൾ ഡീപ്പ് ഹിപ്നോസിസിലേക്ക് പോകുന്ന സമയമാണ് ഈ ഉറങ്ങുന്ന സമയത്തൊക്കെ. അപ്പോൾ ആ സമയത്താണ് ഹാലൂസിനേഷൻസ് കിട്ടുക. പിന്നെ ചിലരുടെ ഇപ്പോഴത്തെ പ്രസന്റ് സിറ്റുവേഷൻ ആണെങ്കിൽ ചിലപ്പോൾ ഈ വീടൊക്കെ വലിച്ചിട്ട് ഹാലൂസിനേറ്റ് ചെയ്യുന്ന ആളുകളുണ്ട്. അങ്ങനെ ഒരുപാട് സാമ്യമാരുണ്ടായിരുന്നു. ഈ കഴിഞ്ഞ ദിവസം വന്ന് കുംഭമേളയ്ക്ക് ഒരു പുള്ളി വന്നിട്ടുണ്ടായിരുന്നു. പുള്ളി എന്തോ IIT ഇതെന്ന് പഠിച്ചുകൊണ്ടിരുന്ന പയ്യനാണ്. അവസാനം വന്നു കഴിഞ്ഞപ്പോഴേക്കും ഹാലൂസിനേഷൻസ് എല്ലാം കിട്ടി. പിന്നെ അവസാനം പുള്ളി യോഗിയായി. ഓക്കെ. ഈ സ്ട്രീറ്റ് മാജിക്കിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്നതും ഈ ഹിപ്നോട്ടിസം തന്നെയല്ലേ? സ്ട്രീറ്റ് ഹിപ്നോസിസ് ആണത്. ഹിപ്നോസിന് പല ഡിവിഷൻസ് ഉണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ട്രീറ്റിൽ യൂസ് ചെയ്യുന്ന എന്റർടൈൻമെന്റ് ഹിപ്നോസിസ്.
അപ്പം അത് പരമാവധി ഉപയോഗിക്കാൻ പാടില്ല എന്നുള്ളത് ഞാൻ പറയത്തുള്ളൂ. കാരണം അത് കുറച്ച് ഇഷ്യൂസ് ഉണ്ടാക്കാൻ സാധ്യതയുണ്ട്. മനസ്സിനെയാണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. അപ്പോൾ മനസ്സിലേക്ക് നമ്മൾ കൊടുക്കുന്ന നെഗറ്റീവായിട്ടുള്ള സജഷൻസും ഒക്കെ ആണെങ്കിൽ അത് ഭയങ്കരമായിട്ട് ഇമ്പാക്റ്റ് ചെയ്യും, ഓരോ വ്യക്തിക്ക് ഇമ്പാക്റ്റ് ചെയ്യും. നമ്മൾ ഒരിക്കലും അങ്ങനത്തെ സിറ്റുവേഷനും ആരും നമ്മൾ ചെയ്തു കൊടുക്കാൻ പാടില്ല എന്നുള്ളതാണ് ഈ നെഗറ്റീവ് ഹാലൂസിനേഷൻസ് പറയും. 2 രീതിയിൽ ഹിപ്നോട്ടിസിലൂടെ ഹാലൂസിനേഷൻസ് കൊടുക്കാം. ഒന്ന് നെഗറ്റീവ് ഹാലൂസിനേഷൻസും പോസിറ്റീവ് ഹാലൂസിനേഷനും. ഈ നെഗറ്റീവ് ഹാലൂസിനേഷൻസിൽ പറയുന്ന സംഭവങ്ങളാണ് ഇപ്പോൾ മരിച്ച ഒരാളെ പെട്ടെന്ന് കാണിച്ചു കൊടുക്കുക, അതല്ലെങ്കിൽ സ്ട്രീറ്റിൽ ഓടുമ്പോൾ പേടിപ്പിക്കുന്ന കാര്യങ്ങൾ കൊടുക്കുക, അങ്ങനത്തെ കുറേ കാര്യങ്ങൾ നമ്മൾ വീഡിയോസ് കാണാറുണ്ട്. അത് നെഗറ്റീവ് ഹാലൂസിനേഷൻ. പോസിറ്റീവിൽ കൊടുക്കുന്ന വേറെ കുറേ കാര്യങ്ങളുണ്ട്. വേണമെങ്കിൽ നമുക്ക് വെള്ളം വീഞ്ഞാക്കാം, നമ്മളൊരു കുപ്പിയിരിക്കുന്ന പാത്രത്തെ വേറെ സാധനമാക്കാം, അപ്പോൾ ഒബ്ജക്ട്സ് എടുക്കാം. ഇത് അവരുടെ മനസ്സിൻ്റെ പവറിനെ അവർക്ക് മനസ്സിലാക്കി കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ടെക്നിക്സുകളാണ് ഉപയോഗിക്കുന്നത്. ഇതാരും റീച്ച് കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്തുകൊണ്ടും ചെയ്യാം, പക്ഷേ ഇത് എന്റർടൈൻ ചെയ്യാൻ പാടില്ല എന്നുള്ളതാണ് ജനറലി. ഈ ഹിപ്നോട്ടിസത്തിന് പല രീതിയിലും ഇപ്പൊ അതാണ് ഞാൻ പറഞ്ഞു വന്നത്, പല രീതിയിലും തെറ്റായിട്ടുള്ള രീതിയിൽ പലരും എടുത്ത് യൂസ് ചെയ്യുന്നുണ്ട് എന്നുള്ളത്. ഇത് മനസ്സ് റിലേറ്റ് ചെയ്ത് നമ്മളെ ഇത്രത്തോളം ഈ ഹിപ്നോട്ടിസത്തിന് അത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട്, ഒരാളുടെ മൈൻഡ് സെറ്റിന് അത്രത്തോളം കൺട്രോൾ ചെയ്യാൻ പറ്റുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഇതെന്തുകൊണ്ടിട്ടാണ് സൈക്യാട്രിസ്റ്റുകളും സൈക്കോളജിസ്റ്റുകളും ഒന്നും, അതായത് മെഡിക്കൽ പ്രാക്ടീസിൽ ഇതെന്തുകൊണ്ട് ഈ സബ്ജക്ട് വരുന്നില്ല? ഇപ്പൊ ഒരു സൈക്യാട്രിസ്റ്റ് ആണെങ്കിൽ പോലും അവരൊരിക്കലും ഹിപ്നോട്ടിസം പ്രൊവൈഡ് ചെയ്യുന്നില്ല പേഷ്യൻസിന്. എന്തുകൊണ്ടായിരിക്കും ഇങ്ങനെ? ഇപ്പൊ ഈ ഹിപ്നോട്ടിസത്തിന് എത്ര ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് ചേട്ടൻ പറയുന്നുണ്ടല്ലോ, അതുകൊണ്ടിട്ടുള്ള ഒരു ക്യൂരിയോസിറ്റിയിലുള്ള ഒരു ചോദ്യമാണ്, എന്തുകൊണ്ട് ഇതിനൊരു മെഡിക്കലി ഉള്ള ഒരു സപ്പോർട്ട് ഇല്ല? മെഡിക്കൽ സപ്പോർട്ട് ഇല്ല എന്നുള്ളതല്ല, നമ്മുടെ ഇന്ത്യയാണ് ഇപ്പോഴും, ഇന്ത്യയുടെ ഒരു പ്രശ്നമുണ്ട്, മതങ്ങൾ ഏറ്റവും കൂടുതലുള്ള ഒരു രാജ്യം ഇന്ത്യയാണ്. വേറെ ദർ ഇസ് റിലീജിയൻ ഉള്ളിടത്തോളം കാലം മനസ്സ് റിലേറ്റഡ് കാര്യങ്ങൾക്ക് ഒരു രീതിയിലുള്ള സപ്പോർട്ട് ഉണ്ടാവില്ല. ഇപ്പം ഞാൻ ഹാലൂസിനേഷൻ എന്ന് പറഞ്ഞാലും അത് ആൾക്കാർ വിശ്വസിക്കത്തില്ല. അത് കാരണം നമ്മൾ അത്രത്തോളം അഡമന്റ് ബിലീഫ് സിസ്റ്റം ഉള്ള ആൾക്കാരാണ്. അതൊരു ഭാഗം. രണ്ടാമത്തെ എന്ന് പറയുന്നത് ഹിപ്നോസിനെ പറ്റി ലേറ്റസ്റ്റ് സ്റ്റഡീസ് ഇന്ത്യയിൽ ഇല്ല. നമ്മുടെ ഇവിടെ ഒരിടത്തും ഒരു റിസർച്ചോ മെൻ്റൽ ഹെൽത്തിനുള്ള ഇമ്പോർട്ടൻസും ഇല്ല. ഒന്നുകിൽ നമുക്ക് എന്തെങ്കിലും പ്രശ്നം വന്ന ഒരു കൗൺസിലറെ പോയി കാണുക, ഓരോ 5 വട്ടം സിറ്റിംഗ്, ഓരോ സിറ്റിങ്ങിന് ഇങ്ങനെ വയ്ക്കുക, എന്തെങ്കിലും പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പക്ഷേ അതിന് അൾട്ടിമേറ്റ്ലി എൻ്റെ സൊല്യൂഷൻ കിടക്കുക. ഇപ്പോൾ ഒരു പേടിയുള്ളൊരു വ്യക്തിയാണെന്ന് വിചാരിച്ചു, ഇപ്പോൾ ചെറുപ്പത്തിലെ ഒരു പട്ടീനെ കണ്ട് പേടിച്ച് അല്ലെങ്കിൽ പട്ടി കടിച്ചൊരു പേടിയുള്ള ആളാണെങ്കിൽ ചെറുപ്പത്തിൽ പേടിച്ചത് പിന്നീട് കാലങ്ങൾക്ക് ശേഷവും ഇതേ വ്യക്തിക്ക് ആ പേടി ഉണ്ടാവും. അയാളോട് നമ്മൾ പറയുവാണ്, നിങ്ങൾ പേടിക്കണ്ട കേട്ടോ, പട്ടി നല്ലൊരു മൃഗമാണ്, പേടിക്കണ്ട, വളർത്തുന്നതാണ്. എത്ര തവണ പറഞ്ഞാലും പേടി പോകും? ഇല്ല. അപ്പോൾ ആ കോർ ഇഷ്യൂവിനെ അഡ്രസ്സ് ചെയ്യണമെങ്കിൽ ഹിപ്നോസിസ് യൂസ് ചെയ്യണം എന്നുള്ളതാണ്. പിന്നെ മെഡിക്കൽ കേസുകളിൽ ഈവൻ മെഡിക്കൽ കണ്ടീഷൻസ് ഉണ്ട്, സൈക്യാട്രിക് ഡിസോർഡേഴ്സ് ഉള്ള കേസുകളൊക്കെ ഉണ്ട്. സ്കീസോഫ്രീനിയ തുടങ്ങിയുള്ള പലതരത്തിലുള്ള സൈക്കോസിസ്, സ്കീസോഫ്രീനിയ, അങ്ങനെ ഒരുപാട് അസുഖങ്ങളുണ്ട്. ഇതിനൊന്നും നമുക്ക് ഹിപ്നോസിസിൽ യൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പക്ഷേ ആ സമയത്ത് മെഡിക്കേഷൻ കൊടുത്തേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് അവർ യൂസ് ചെയ്യുന്നത്. പക്ഷേ അവർ കുറച്ചുകൂടെ താഴെയുള്ള കേസുകളാണെങ്കിൽ, എസ്പെഷ്യലി ഇപ്പോൾ സൈക്കോളജിസ്റ്റുകൾ ഹിപ്നോസിസ് ചില സ്ഥലത്തൊക്കെ ഉപയോഗിക്കാറുണ്ടെങ്കിലും പുറത്ത് റിവീൽ ചെയ്യത്തില്ല എന്നുള്ളതാണ് വേറെ സത്യം. ഇത് മെഡിക്കലി പ്രൂവൺ അല്ല, മെഡിക്കലി പ്രൂവൺ ആണ്. മെഡിക്കൽ സയൻസിൽ, അതായത് അമേരിക്കൻ സൈക്കോളജിക്കൽ അസോസിയേഷനൊക്കെ ഹിപ്നോസിസ് അപ്രൂവ് ചെയ്തതാണ്. അതായത് ബ്രാഞ്ച് ഓഫ് സൈക്കോളജി എന്ന രീതിയിൽ അപ്രൂവ്ഡ് ആണ്. ഇന്ത്യൻ ഗവൺമെൻറ് 2003 ഇതിനെപ്പറ്റി ഒരു നിയമം കൊണ്ടുവന്ന് ഹിപ്നോസിസ്, ഒരു ഹിപ്നോതെറാപ്പിയൊക്കെ ഒരു പ്രോപ്പർലി ട്രെയിൻഡ് ആയിട്ടുള്ള ഒരു പ്രാക്ടീഷണർക്ക് ചെയ്യാം എന്ന രീതിയിലൊരു നിയമം കൊണ്ടുവന്നത്. അത് ഹ്യൂമൻ വെൽഫെയർ കൊണ്ടുവന്നതാണ്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ. അപ്പോൾ ഇന്ത്യയിൽ പ്രാക്ടീസ്ഡ് ആണ്, പക്ഷേ കോമൺലി യൂസ് ചെയ്യാത്തതിൻ്റെ കാരണം മിക്ക ആളുകൾക്കും ഇതിൻ്റെ യൂസേജ് എങ്ങനെയാണ് എന്നറിയില്ല, ഇതെങ്ങനെ കൊടുക്കണമെന്ന് അറിയത്തില്ലാത്തൊരു തെറ്റിദ്ധാരണ ഉള്ളതുകൊണ്ട്. അപ്പൊ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടെ, ഇപ്പോ മെഡിക്കലി ഉള്ള ഇപ്പൊ ഈ ഇവരുടെ, അതായത് ഒരു സൈക്യാട്രിസ്റ്റിന്റെ ഇതിലൊക്കെ സബ്ജക്റ്റ് ആയിട്ട് അവർക്ക് പഠിക്കാനുള്ള ഒരു സിലബസ് ആയിട്ട് ഹിപ്നോട്ടിസം എന്ന് പറയുന്ന ഒരു മേഖല കടന്നു വരുന്നുണ്ടോ? ഇപ്പോ നമുക്കിവിടെ പഠിക്കാനുള്ള ഓപ്ഷൻസ് വളരെ കുറവല്ലേ ഹിപ്നോട്ടിസം ഒക്കെ? ഓൾറെഡി പ്രാക്ടീസിന് നമുക്കൊരു ലൈസൻസ് വേണ്ടേ? ആക്ച്വലി ഇതിപ്പോ സൈക്യാട്രിസ്റ്റ്, അതായത് മെഡിക്കലി ഉള്ള രീതിയിൽ ഇവർ യൂസ് ചെയ്യുന്നില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ പല രീതിയിൽ ഇപ്പൊ ഈ ഒരു ഹിപ്നോട്ടിസം എന്ന് പറയുന്ന കാര്യം തെറ്റിദ്ധരിക്കപ്പെടുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഒരു നല്ലൊരു പ്രാക്ടീഷണർ നമ്മൾ കണ്ടുപിടിക്കേണ്ടത്? എങ്ങനെയാണ്? അതാണ് ശരിക്കും ഏറ്റവും വലിയ കൺഫ്യൂസിങ് ആയിട്ടുള്ള സംഭവം. ഇപ്പോൾ ഹിപ്നോസിസ് എന്ന് പറയുന്നത് പൊതുവേ തെറ്റിദ്ധരിക്കപ്പെടുന്നത് ഈ സൈക്കോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രം ഡീൽ ചെയ്യുന്ന ഒരു സംഭവമാണെന്നുള്ളതാണ്. ഇതിനകത്ത് ഒരുപാട് മോട്ടിവേഷൻ എലമെൻ്റൽ സംഭവമുണ്ട്. മനസ്സിനെ നമുക്ക് പോസിറ്റീവായിട്ട് കൊണ്ടുവരാൻ പറ്റുന്ന പോസിറ്റീവ് കാര്യങ്ങളുണ്ട്. ഇതിനെല്ലാം ഒരു ട്രെയിൻഡ് പ്രാക്ടീഷണർ വേണം. ഇപ്പം നമ്മൾ സാധാരണ ഒരു ക്ലിനിക്കൽ ഹിപ്നോതെറാപ്പിസ്റ്റ് ആകണമെങ്കിൽ ഒന്നുകിൽ GHS എന്ന് പറയും, ജനറൽ ഹിപ്നോതെറാപ്പി രജിസ്റ്റർ എന്ന് പറയും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ലൈസൻസിങ്ങും രജിസ്ട്രേഷനും ഉണ്ടെങ്കിൽ കൃത്യമായിട്ട് ലൈസൻസ് നോക്കിയാൽ അപ്പോൾ GHR രജിസ്ട്രേഷൻ നോക്കിക്കുമ്പോൾ പേര് ഉണ്ടാവും, നമ്മുടെ ലൈസൻസ് ID ഉണ്ടാവും. അത് വെച്ചിട്ടായിരിക്കും നമ്മൾ സാധാരണ ഒരു ഐഡിയലി ഒരു ഹിപ്നോതെറാപ്പിസ്റ്റുകൾ നമുക്ക് സ്യൂട്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഹിപ്നോസിസ് പ്ലസ് CBT എന്ന് പറയും, അതിന് കോഗ്നിറ്റീവ് ബിഹേവിയർ തെറാപ്പി. ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് വന്നിരിക്കുന്ന സംഭവം CBT സൈക്കോളജിയിൽ ഉപയോഗിക്കുന്ന ഒരു ടേമാണ്, ഒരു ടെക്നിക്കാണ്. കാരണം റിപ്പീറ്റ് ആയിട്ടുള്ള തോട്ട്സുകൾ ഫയർ ചെയ്ത് മനസ്സിനെ മാറ്റുക എന്നുള്ളതാണ്.
അത് NLP എന്ന് പറയുന്ന ഒരു ടൂളിൻ്റെ ഭാഗവും കൂടിയാണ്. അത് ന്യൂറോ ലിംഗ്വിസ്റ്റിക് പ്രോഗ്രാമിംഗ്. ഇതിൻ്റെയൊക്കെ ഒറിജിൻ എന്ന് പറയുന്നത് ഹിപ്നോസിസ് ആണെന്നുള്ളതാണ് വേറെ സത്യം. അപ്പോൾ അതുകൊണ്ടാണ് ചില സിറ്റുവേഷനിൽ നമ്മൾ പ്രോപ്പർ ആയിട്ടുള്ളൊരു ഹിപ്നോതെറാപ്പി ചെയ്യുന്ന ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ ബുദ്ധിമുട്ട്. കാരണം പെട്ടെന്ന് എന്തെങ്കിലും ഇഷ്യൂ നമ്മളൊന്നെങ്കിൽ ഇതിന് പകരം വേറൊരു സോഴ്സേ നോക്കത്തുള്ളൂ. ഒന്നുകിൽ ഒരു കൗൺസിലിംഗ്, ഒരു സ്പിരിച്വൽ കൗൺസിലിംഗ്, അല്ലെങ്കിൽ അതും പറ്റിയില്ലെങ്കിൽ നമ്മൾ മെഡിക്കൽ സപ്പോർട്ടിന് പോകും പറ്റാത്ത അവസ്ഥയിൽ. ഇതിനകത്ത് വേറൊരു സങ്കടകരമായ കാര്യം എന്ന് പറയുന്നത് മിക്ക കേസുകളും എൻ്റെ അടുത്ത് തെറാപ്പിക്ക് വരുന്നവർ ലാസ്റ്റ് സ്റ്റേജിൽ ഒരു മാർഗവും ഇല്ലാതെ വരുന്ന ആളുകൾ. എത്ര പേര് മെഡിസിൻ നിർത്തിയിട്ടുണ്ടെന്നറിയാം. ഞാൻ മെഡിസിൻ കൊടുക്കണ്ടായെന്നല്ല ഞാൻ പറയുന്നത്. അതായത് ചില സമയത്ത് അവർക്ക് മാർഗമില്ലാത്തതുകൊണ്ടായിരിക്കാം. നമ്മുടെ ഇന്നർ ചൈൽഡിലുള്ള ചെറുപ്പകാലഘട്ടങ്ങളിൽ തൊട്ടുള്ള പ്രശ്നങ്ങളുണ്ടെങ്കിൽ അത് ഏതെങ്കിലും ഒരു സാഹചര്യം നമുക്കൊരു ട്രിഗർ ഉണ്ടാവും. നമുക്ക് സിറ്റുവേഷൻ ബേസ്ഡ് ആയിട്ടുള്ളത്. അപ്പോൾ അതിനെ നമ്മൾ റിലീസ് ചെയ്ത് അതിനെ ഓപ്പൺ ആക്കി കളയാതെ ഒരിക്കലും നമ്മളൊരു പുതിയ സജഷൻ അല്ലെങ്കിൽ പുതിയൊരു ഐഡിയ പറഞ്ഞു കൊടുത്താൽ അവരുടെ മനസ്സെടുക്കുകയല്ല. അപ്പോൾ ഒരു ചെറിയൊരു ചോദ്യം, ഈ ഹിപ്നോട്ടിസം തന്നെ അപ്പം അതിന് വേണമെന്നില്ലല്ലോ. ഇപ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിന്റെ അടുത്ത് പോയാലും അവരുടെ ജോലിയും ഇത് തന്നെയല്ലേ? അതെ. അപ്പം അങ്ങനെ ചെയ്താൽ പോരെ? അതിനൊരു ഹിപ്നോട്ടിസത്തിന് അതിനൊരു ഇമ്പോർട്ടൻസ് വേണോ? അത്ര ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ അത്ര ഇപ്പൊ ഹിപ്നോട്ടിസം എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമ്മുടെ പാസ്റ്റ് ലൈഫിലുള്ള കാര്യങ്ങൾ തൊട്ടിട്ട് നമുക്ക് എടുക്കാൻ പറ്റും എന്നുള്ളത്. അപ്പൊ അത്രയും വലിയ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള ഒരു കാര്യം ചെയ്യേണ്ട ആവശ്യമുണ്ടോ? ഒരു സൈക്കോളജിസ്റ്റ് എടുത്ത് 2-3 സിറ്റിങ്ങിൽ തീരാവുന്ന കാര്യമല്ലേ ഉള്ളൂ. അതാണ് ഞാൻ പറഞ്ഞു വന്നത്. മിക്ക കേസുകളും സൈക്കോളജിസ്റ്റുകളാണ് തെറാപ്പി എടുക്കാൻ അവർക്ക് സൈക്കോതെറാപ്പിയാണ് കൂടുതൽ സജസ്റ്റീവ് ആയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ എഫക്റ്റ് കിട്ടാതെ വരുമ്പോൾ ഞാൻ പറയുന്ന ഒരു കാര്യം, കുടം കമിഴ്ത്തി വെച്ച് നമ്മൾ അതിനകത്ത് ഈ വെള്ളം ഒഴിച്ച് കഴിഞ്ഞിട്ട് ഒരു കാര്യമില്ല. നെവർ എൻഡേഴ്സ് അല്ലേ? അപ്പോൾ ഇഷ്യൂ എന്താണോ അതിനെ ഡീല് ചെയ്താലേ പറ്റുള്ളൂ. അപ്പോൾ ഈ CBT എന്ന് പറയുന്നത് റെപ്പറ്റീഷനാണ്. റിപ്പീറ്റായിട്ട് ചെയ്തുകൊണ്ടിരിക്കുക. ഇത് എൻറ്റർ ചെയ്യുന്നതും ഡയറക്റ്റ്ലി നമ്മളെ സബ് കോൺഷ്യസ് മൈൻഡിലേക്കാണ്. പക്ഷെ അവിടെ ഹിപ്നോസിസ് ആണ് യൂസ് ചെയ്യുന്നത്, ഈവൻ കൗൺസിലിംഗ് ചില സെറ്റപ്പിലാണെങ്കിലും. പക്ഷെ അത് പ്രോപ്പർലി ഒരു ഹിപ്നോട്ടിക് സ്റ്റേറ്റിലേക്ക് ആകുമ്പോൾ നമ്മൾ സാധാരണ ഒരു 5 വർഷം കൊണ്ടുണ്ടാകുന്ന ഒരു ചേഞ്ച് ചിലപ്പോൾ ഒരു 2 മാസം കൊണ്ട് ചെയ്തിട്ടുണ്ടാകും. അതിൻ്റെ ഡിഫറൻസ് അതാണ്. കാരണം നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ കപ്പാസിറ്റി എത്ര ഉണ്ട്. നമ്മൾ സ്വാഭാവിക ഒരു 95% ഉപബോധ മനസ്സും 5% ബോധ മനസ്സെന്നാണ് പറയുന്നത് അല്ലേ? പക്ഷേ എങ്കിലും ഒരു 99% ഉപബോധ മനസ്സാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം നമ്മുടെ പേര് വരെ നമുക്ക് എടുക്കണമെങ്കിൽ പഴയ ഓർമ്മകളിൽ നിന്ന് എടുക്കാൻ പറ്റത്തുള്ളൂ അല്ലേ? അത് പണ്ട് പഠിപ്പിച്ച സംഭവം ആരോ ഇട്ട് തന്ന പേരാണ്. അത് എടുക്കണമെങ്കിൽ നമ്മുടെ ഉപബോധ മനസ്സ് നമ്മൾ ഡിപ്പെൻഡ് ചെയ്തേ പറ്റുള്ളൂ. അത് നമ്മുടെ ബോഡി ആൻഡ് മൈൻഡ് ട്രെയിൻഡ് ആണ്. പേര് ചോദിക്കുമ്പോൾ ഇമ്മീഡിയറ്റ്ലി അത് പറയണമെന്ന് ട്രെയിൻഡാണ്. നമ്മൾ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കുന്നത് അങ്ങനെ ആയിരിക്കും അല്ലേ? അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ചെറിയ കാര്യങ്ങൾക്ക് പോലും നമ്മുടെ ഉപബോധ മനസ്സിനെ ഡിപ്പെൻഡ് ചെയ്യണമെങ്കിൽ നമ്മൾ ഹിപ്നോസിസ് കൊണ്ട് എത്ര കാര്യം വേണമെങ്കിലും മനസ്സിനെ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റും.